എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വി ഗോപാൽ കൃഷ്ണൻ IPS, ഏജ് റിട്ടയർഡ് ആണ്. സർ നമസ്കാരം. വന്ദേ മാതരം. സർ, കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായി ഒരു മീറ്റിംഗ് നടന്നു. സാധാരണഗതിയിൽ പാകിസ്ഥാന്റെ പ്രസിഡന്റുമാരെയൊക്കെ അമേരിക്ക വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ സ്ഥിരമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ, ഒരു സൈനിക മേധാവിയെ വിളിച്ച് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് നടത്തിയിരുന്നു ട്രംപ്. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ മീറ്റിങ്ങുകളിൽ അതിൻ്റെ ബ്രീഫിംഗ് ഒക്കെ പ്രസിന് ലഭിക്കാറുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഡേറ്റയും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, ഈ ഘട്ടത്തിൽ തന്നെ മോദിയെ കൂടി ട്രംപ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഇൻവിറ്റേഷൻ നമ്മൾ ഡിക്ലൈൻ ചെയ്തു എന്നാണ്. എൻ്റെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഐ ഹാവ് എ ഡൗട്ട്. എന്താണ് അവരോട് സംസാരിച്ചത്? എന്താണ് നടന്നത്? എന്തിനാണ് വിളിച്ചു വരുത്തി? എന്തായിരിക്കും അതിൽ ഉണ്ടായത്? ഇതെങ്ങനെയാണ് ഇനിയുള്ള ഫ്യൂച്ചറിൽ നിർണായകമായൊരു നീക്കമായി മാറുന്നത്? ഈ USA-ക്ക് ടോട്ടലി അവർ അബദ്ധം ചെയ്തതെന്ന് ഞാൻ പറയില്ല. പക്ഷേ USA വളർത്തിയ ഫ്രാങ്കസ്റ്റൈൻ അവരെ തന്നെ തിരിച്ച് കടിക്കും എന്ന് പറഞ്ഞാൽ ടേസ്റ്റിംഗ് ഇറ്റ്സ് ഓൺ മെഡിസിൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാന് ഈ ന്യൂക്ലിയർ ഡർട്ടി ബോംബ് ഉണ്ടെങ്കിൽ പോലും അതിനു വേണ്ട എല്ലാ ഒത്താശയും ഇന്ത്യൻ വരട്ടാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തത് ഇനിഷ്യലി ചൈനയാണെങ്കിലും കുറേ നാളുകളായിട്ട് USA ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നൂർഖാൻ, മൂറിറ്റ്, ജക്കബാബാദ് ഈ 3 സ്ഥലങ്ങളിൽ അവരുടെ ഡർട്ടി ബോംബ് അതിൻ്റെ ന്യൂക്ലിയർ കമാൻഡ് USA പേഴ്സണലാണ്. പെണ്ണും ആണും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ ചാരസംഘടനയ്ക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷെ വേറെ വേൾഡ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, വെളിയിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഇയാൾ ഈ മുനീറിൻ്റെ സ്വഭാവം, മുനീറല്ല, പാകിസ്ഥാൻ ISIയുടെയും പാകിസ്ഥാൻ പട്ടാളക്കാരുടെയും സ്വഭാവം അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്, അവർക്ക് തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം മറ്റേ ബില്ലാദൻ്റെ വിഷയം അവർ ഹാർബർ ചെയ്ത് എന്നിട്ട് പറഞ്ഞ് ബില്ലാദനെ അന്വേഷിക്കാൻ ഞങ്ങളും കൂടാന്ന് പറഞ്ഞ് കൂടെ നടന്ന് തൊട്ടപ്പുറത്ത് അത് പിന്നെ പിടിച്ചു. അപ്പം ഈ പാകിസ്ഥാൻ്റെ സ്വഭാവം USA-ക്ക് നന്നായിട്ടറിയാം. അപ്പം നമ്മൾ ടോട്ടലി ഈ USA പാകിസ്ഥാനിലെ മുനീറിനെ വിളിച്ചത് നമുക്കൊരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നും. പക്ഷെ ആക്ച്വലി തോന്നേണ്ട കാര്യമില്ല. എന്ന് ഞാൻ ഇന്ത്യയെ അമേരിക്ക ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ മൊത്തം കാര്യങ്ങൾ പുറത്തു വരുമ്പം ചെയ്തത് ഒരു നല്ലൊരു കാര്യമാണ് ട്രംപ് ചെയ്തത്. ട്രംപിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് നമ്മൾ അവസാനം പറയേണ്ടി വരും. അതായത് പിന്നെ അതിൻ്റെ കൂടെ ഈ മോഡിജിയുടെ കാര്യം ചോദിച്ചത് ശരിയാണ്. ഇപ്പോൾ ഒരു പറ്റിയ ടൈമല്ല മോഡിജിയെ സംബന്ധിച്ചോളം ട്രംപിനെ പോയി കാണുന്നത്. അത് നമുക്ക് ക്ഷീണമാണ്. കാരണം ഇത് ടെററിസ്റ്റാണ്. ഈ മുനീർ ടെററിസ്ഥാനാണ്, സ്ഥാനിൻ്റെ ചീഫാണ്. അയാളുമായിട്ട് നമ്മളവിടെ കയറി ഈ പോക്കത്തിനൊക്കെ കാണിച്ചിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവന്മാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, നമ്മൾ ചെയ്യില്ല. പണ്ടൊക്കെ ഇവിടെ ആയിരുന്നു പലരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ മോഡിജി 2014 ശേഷം അവർ ചെയ്യില്ല. അപ്പോൾ എന്തിന് ഇയാളെ ഇവിടെ വിളിപ്പിച്ചെന്ന് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട് ഈ ബോംബ് ചെയ്ത്. അപ്പോൾ അവിടെ USA പേഴ്സണൽ കൊല്ലപ്പെട്ടു. സത്യമായ കാര്യമാണ്. USA പേഴ്സണൽ കൊല്ലപ്പെട്ടു. അവരുടെ റിലേറ്റീവ്സിനെ അറിയിച്ചിട്ടില്ല ഇതുവരെയും. അമേരിക്കയിൽ അവരുടെ റിലേറ്റീവ്സിനെ അറിയിച്ചിട്ടില്ല ഇതുവരെ. ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയാൻ നോക്കൂല്ലേ, നിങ്ങളുടെ ബോംബിൽ ഞങ്ങളുടെ ആളുകൾ അപ്പം നിങ്ങളായിരുന്നല്ലേ ഇതെല്ലാം നമ്മൾ ഇന്ത്യക്കാർ മോഡിജി ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതവർക്കറിയാം. അപ്പം അതുകൊണ്ട് അല്ലാതെ ഒന്ന് സോപ്പിടാനാണ് ട്രംപ്. അവർക്കും അറിയാം വരില്ല, എന്നാലും ഒന്ന് ചോദിച്ചതാണ്. വരണമെങ്കിൽ വരട്ടെ. മറ്റേ നോബൽ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഒരു ഷേക്ക് ഹാൻഡ് ചെയ്താൽ അതെനിക്കൊരു പ്ലസ് പോയിന്റ് അല്ലേ എന്ന് അത് അവർ വിചാരിച്ച പോലെ തന്നെ CIAയും തുളസിയും വിചാരിച്ച പോലെ തന്നെ മോഡിജി ഡിക്ലൈൻ ചെയ്തു. വിളിപ്പിച്ചതിൻ്റെ പ്രധാന കാര്യം ഈ USA ടേസ്റ്റിംഗ് ഇറ്റ്സ് ഓൺ മെഡിസിൻ എന്ന് പറഞ്ഞത് ഈ മുനീറല്ല, എല്ലാ ISI ചീഫും എല്ലാ പാകിസ്ഥാൻ ആർമി ചീഫും ഇത് ചെയ്തിട്ടുണ്ട് ഇൻ ദ പാസ്റ്റ്.
ഈ ഷുറ കൗൺസിൽ ഇറാൻ്റെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ബോംബ് വരണമെന്ന്. അപ്പോൾ മുനീറിന് ആര് പൈസ കൊടുത്താലും ഇപ്പം ചൈന, ഇന്ത്യ, ഇപ്പം യു എസ് എ പോയല്ലോ. അപ്പം നമ്മൾ പറയുകയാണ്, നമ്മൾ ലോർഡ് ബുദ്ധയുടെ ആളുകളാണ്, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, അങ്ങ് ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറയും ഇത്ര പൈസ വേണമെന്ന് വെച്ചാൽ തരാം, ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് കേട്ടാൽ മതി. ഇതിനേക്കാളും വലിയ എമൗണ്ട് ഇന്ത്യക്കാർ കൊടുക്കുമെങ്കിൽ അങ്ങനെ ഇവിടെയും വരും. അങ്ങനെയാണത്, അവരങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ആർമിയാണ് അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്, അല്ല സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ അല്ല. അവര് മറ്റേ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു ഇവൻറ്റിൽ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അലക്സാണ്ടറെ ആയിട്ട് യുദ്ധം ചെയ്ത പുരൂരസനെ തോപ്പിച്ച അംബി രാജാവിൻ്റെ വംശത്തിലുള്ളതാണ് ഇവർ, ഈ പാകിസ്ഥാനീസ്, ഈ പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ ആർമി ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് ആരടുത്തും എന്ത് പോക്കൃത്തനം ചെയ്ത് ഏത് ലെവലിൽ വേണമെങ്കിലും അവർ സ്റ്റൂപ്പ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഇയാൾ മുനീറിന് ഇഷ്ടം പോലെ USA-ലും UK-ലും അസറ്റ്സ് ഉണ്ട്. അത് അവർക്കറിയാമല്ലോ. അപ്പം അതൊന്ന് ലിവറേജ്, USA-ക്ക് ലിവറേജാണ്. മുനീർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അയാൾ ഓടിച്ചെല്ലും. അപ്പം ഇവിടെ നമ്മുടെ മീഡിയയിലെല്ലാം കാണുന്നത് ഹി വാസ് ഇൻവൈറ്റഡ് എന്നാണ്. അതങ്ങനെയാണ്. അമേരിക്കക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ നമ്മളെ പാര വെച്ചാലും നമുക്ക് പാരയാണെന്ന് തോന്നില്ല. ആ രീതിയിലാണ് ഹലോ ഹൗ ആർ യു അങ്ങനെ അവർ ചെയ്യുള്ളൂ. അതെ, നമ്മളെ ഇന്ത്യക്കാരെ പോലെ എണീറ്റ് പാടാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല. അപ്പം ഇൻവൈറ്റഡ് എന്ന് പബ്ലിസിറ്റി കൊടുത്തു. ആക്ച്വലി ഹി വാസ് സമൺഡ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അതർ വേ, ഹി ഹാസ് ടു ഗോ. ഹി വാസ് സമൺഡ്. ഈ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഇയാൾ ഷൂറ കൗൺസിൽ പറഞ്ഞിട്ട് ഇയാൾ ചിലപ്പോൾ 4-5 ബോംബ് എടുത്ത് കൊടുത്തോളേം ഇറാന്, ഒരു സംശയം വേണ്ട. അപ്പം അത് ഇയാൾ തന്നെ പറഞ്ഞതായിരിക്കും. ഈ ഇറാനും ഇവരും തമ്മിൽ ബാക്ക് ചാനൽസ് ഉണ്ട്, പാകിസ്ഥാനീസുമായിട്ട് ബാക്ക് ചാനൽ ചർച്ചകളൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ പറഞ്ഞാണ് ഇയാൾ തന്നെ, ഇവർക്ക് ഈ കാഞ്ഞ ബുദ്ധിയാണ് ഈ ISIക്കും ഈ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക്, അത് ഓഫീസേഴ്സിന് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ കുതന്ത്രത്തിനും വൃത്തികേടിനും ലോകത്തിലെ ടോപ്പ് ഇവർ തന്നെയാണ്. വേറെ ഒരു അമേരിക്കയൊക്കെ ബാക്കിലേ നിൽക്കുള്ളൂ. സാഹിബിനെ പറ്റിച്ചില്ലേ നമ്മളെ ബില്ലാദൻ്റെ വിഷയം പറഞ്ഞിട്ട്. അപ്പം ഇതിന് അതെ, കുതന്ത്രത്തിന് ഇവന്മാരാണ് ഇതിന്. അപ്പം ഇവന്മാർ പിന്നെ പറഞ്ഞു കൊടുത്തതാണ് മറ്റേ ഇറാൻ ഷൂറ കൗൺസിലിനെ കൊണ്ടൊരു റെക്കമെൻഡേഷൻ നടത്തിക്കാൻ. അപ്പം നടത്തിച്ച അമേരിക്ക പേടിച്ച് ഇവരുടെ അടുത്ത് കൺസീലറേറ്റ് ആക്കണു വരുമെന്നും ഇയാൾക്കറിയാം. അതുപോലെ തന്നെ സംഭവിച്ച് ഇയാൾ അങ്ങ് വിളിപ്പിച്ചു. ഇയാൾ അവിടെ ഇരിക്കുമ്പം ബോംബൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ അയാൾ അവിടെ കസ്റ്റഡിയിലാണ്. ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് CIA അല്ലെങ്കിൽ അമേരിക്ക, ഇൻ പോലീസ് കസ്റ്റഡിയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ അമേരിക്ക അങ്ങ് ചെയ്യിപ്പിച്ച്. ഒന്ന് ഇത് നോ ഹാങ്കി പാങ്കി ബിസിനസ്. ഉടൻ തന്നെ അങ്ങനെ അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് അവിടെ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇറാൻ്റെ കൂടെ നിന്നാണ്. കഴിഞ്ഞ ആഴ്ച ഇയാൾ പോയി അന്ന് രാത്രിയിൽ, ഇയാൾ രാവിലെ മറ്റോടെ എത്തുന്നുണ്ട്, അന്ന് രാത്രിയിൽ ഇറാൻ പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാൻ്റെ അവാക്സ് ഉപയോഗിച്ച് പട്രോളിങ് തുടങ്ങി. അതായത് ഇറാൻ്റെ ഇന്ന് ഇതൊന്നുമില്ല, ത്രട്ടൊന്നുമില്ല, അത് കൊടുക്കാനാണ്. ഇൻ്റലിജൻസ് എടുത്തിട്ട് അമേരിക്കയ്ക്കും മൊസാദുമായിട്ട് ഒരു കണക്ഷനൊന്നുമില്ല. അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് അമേരിക്ക മൊസാദിന് കൊടുക്കുമായിരിക്കും. അതൊന്ന് പട്രോളിങ് തുടങ്ങി. പിന്നെ ഈ ഹാങ്കി പാങ്കി പരിപാടി നടക്കില്ല. യുവർ ഐഡിയ ഈസ് ഗുഡ്, ട്രംപ് പറഞ്ഞാണ് യുവർ ഐഡിയ ഈസ് ഗുഡ് ബട്ട് ലെഗ് ഈസ് മൈൻ എന്ന് പറഞ്ഞ പോലെ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ തൻ്റെ ഇവിടുത്തെ മൊത്തം ഞങ്ങൾ ഫ്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം റഷ്യയുടെ $600 ബില്യൺ അസറ്റ്സ് യൂറോപ്പ് ഫ്രീസ് ചെയ്തിട്ട് ഉക്രൈന് കൊടുത്തതുപോലെ UK ആണ് ചെയ്തത്. അതേപോലെ ഇവരുടെ എല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ഈ യൂറോപ്യൻ കൺട്രീസിലാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടും USA-യും പിന്നെ ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള ടാക്സ് ഹെവൻസിനുമാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വരട്ടി. അത് കഴിഞ്ഞിട്ട് ട്രംപ് ഈസ് വെരി സ്മാർട്ട്, ബീയിങ് എ ട്രൂ ബ്ലൂ അമേരിക്കൻ യാങ്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവൻ ശത്രുവാണ് നമ്മുടെ, ഇവൻ എന്തിനാ അയാൾ വിളിച്ച് സംസാരിച്ചതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ പെർസ്പെക്റ്റീവിൽ
അടുത്തത് അയാൾ പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഗ്വാദർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ, അപ്പം മുനീർ ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യാം എന്നുള്ളതിന്. കാരണം ഇതിൽ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം ഇയാൾക്ക് വല്ല പണി വല്ലതും പോയാൽ ഇവർക്ക് പണി പോവും എന്നല്ലെങ്കിൽ നാളെ പോയി സമാനമായിട്ട് ജീവിക്കാനുള്ളതാണ്. അപ്പം അത് ഫ്രീസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പേടിച്ച്. മാത്രമല്ല അമേരിക്ക അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇയാൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഇത് രഹസ്യമായിട്ട് ചെയ്തിരിക്കുന്നതല്ലേ. പിന്നെ നിങ്ങളുടെ ഗ്വാദർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അത് ചൈന മറ്റേ അവിടുത്തെ ഇടനാഴി സെപെക് ഇടനാഴിക്ക് തന്നെ $60 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചൈനയ്ക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ബെൽറ്റ് ആൻഡ് റോഡ് തീർന്നു. എന്തോ ഒരു ബഹളമായിരുന്നു. ഇപ്പം മറിച്ച് കളയും, മറ്റേ ശ്രീലങ്ക വഴി ട്രിവാൻഡ്രത്തിൻ്റെ മോളിൽ കൂടെ എടുത്തും ഞങ്ങൾ അങ്ങോട്ട് കളയും. ഇപ്പം അത് തീർന്നു, അത് ഫിനിഷ്ഡ്. അത് മുഴുക്കപ്പോയി, പൈസ മുഴുക്കപ്പോയി. പിന്നെ ഈ ഗദ്വാറിൽ ബലൂച്ചികൾ പറഞ്ഞു ഒരു സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും കൊണ്ടുപോയിട്ടുമില്ല. അപ്പം അതിങ്ങനെ നല്ല അത് ഇനോഗ്രേഷൻ കഴിഞ്ഞ വർഷം മറ്റേ അതുപോലും മറ്റേ ഇതിലാണ് ചെയ്തത്, ഓൺലൈനിലാണ് ചെയ്തത്. ഇനി ഇവിടെ വരാൻ നിവർത്തിയില്ല ചൈനക്കാർക്ക്, പാകിസ്ഥാനിൽ നിവർത്തിയില്ല. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും ചൈനീസ് സാധനമാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തോളം അല്ലെ ട്രിവാൻഡ്രത്തേക്കാളും ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷേ അറേബ്യൻ ഓഷനോടും ബലൂചിസ്ഥാനിലാണ് ഈ ഗദ്വാർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USA അറേബിക് ലോകത്തെല്ലായിടത്തും ബേസസ് ഉണ്ട്. ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാഖ് അടക്കം അവിടെ 8 ബേസ് ഉണ്ട്. UAE അടക്കം 8 ബേസ് ഉണ്ട്. പക്ഷേ ബംഗാൾ ഓഷനിലും നമ്മുടെ അറബിക് ഓഷനിലും 3000 കിലോമീറ്റർ അവിടെയുള്ളൂ. അത് ഇന്ത്യൻ ഓഷനിലാണ്, മറ്റേ ഡിഗോ ഗർഷ്യ. ഇവിടെ ഇല്ല. ഈ 2 ഓഷനിലും ഇപ്പോൾ ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ്. ഇൻഡോ പസഫിക് സിനോറിയയിൽ ബംഗാൾ ഓഷനും ഇന്ത്യൻ ഓഷനും ഭയങ്കര സ്ട്രാറ്റജിക്കലി. പക്ഷെ അവിടെ ഇങ്ങനെ അമേരിക്കയ്ക്ക് ഇതില്ല. അപ്പോൾ അമേരിക്ക ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. മറ്റേ അപ്പൂപ്പൻ്റെ അടുത്ത് യൂനിസിൻ്റെ അടുത്ത് ബംഗാൾ ഓഷനിൽ മറ്റേ ഐലൻഡ് തരുമെന്ന് ചോദിച്ചു, സെൻറ്റ് മാർട്ടിൻ. അത് ശരിയായില്ല, ഇന്ത്യ കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്നാൽ പിന്നെ ചിറ്റഗോങ്ങിൽ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു, അത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി. ചൈന പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ എവിടെയെങ്കിലും എന്തായാലും കിട്ടാൻ നോക്കിയിരിക്കുമ്പോൾ ബെസ്റ്റ് ചാൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഗദ്വാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവർ ചോദിച്ചിരിക്കുകയാണ്, പാകിസ്ഥാൻ ഞങ്ങളവിടെ ഉപയോഗിച്ചോട്ടോ എന്ന് ചോദിച്ചു. ആദ്യം അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. ഞങ്ങൾ ഇത്തിരി ഞങ്ങളവിടെ ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്ത കഥ പോലെ ഞങ്ങളവിടെ 5-6 ഫ്ലൈറ്റ് ഇറക്കും ഈ ഇറാൻ യുദ്ധം വരുമ്പം. അതിനാണ് ചോദിച്ചത്. ഇറക്കിക്കോട്ടെന്ന് വെച്ചപ്പോൾ ഈ മുനീറിന് പറ്റില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ചുളുവിന് ഈ ഒരു ഉഗ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതുവരെ അൺയൂസ്ഡ് അല്ല പുതുപുത്തൻ പളപളന്നുള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അവർക്ക് കിട്ടുന്നു. ഇന്ത്യക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അല്ലെങ്കിൽ ചൈന അവിടെ വരേണ്ടത് ഇന്ത്യ ഒരിക്കലും വെൽക്കം ചെയ്യുന്നില്ല. അമേരിക്ക വന്നാലും ലെസ് ഈവിലല്ലേ. അപ്പം അമേരിക്ക ആയിക്കോട്ടെ. പിന്നെ മറ്റേ സംഗതി നടക്കും, ബാൽക്കനൈസേഷൻ. ഭാവിയിൽ അമേരിക്കരോടെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ അത് ചോദിച്ചു, എഗ്രി ചെയ്ത് കാണും. ജേക്കബാബാദ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ബേസ് ഉണ്ട്. അവിടെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ കയറി മേഞ്ഞപ്പോൾ അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു. അപ്പം അത് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് വേണം. ഇപ്പം അതിൻ്റെ ഒരു പാർട്ടേ ഉള്ളൂ അവിടെ, USA പേഴ്സണൽ പാർട്ടായിട്ടേ ഉള്ളൂ. അത് മൊത്തം അമേരിക്കൻ ബേസായിട്ട് അവർ ചോദിച്ചിരിക്കുന്നു. പിന്നെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, കാശ്മീരിൻ്റെ ഇവിടെ, അത് അവിടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചൈനയാണ് ഇപ്പം. അപ്പം നമുക്ക് വക്കാൻ കോറിഡോർ പിടിക്കണമെങ്കിൽ ഈ ചൈനക്കാരെ ചൈനക്കാർ പോകണം, അല്ലെങ്കിൽ ചൈനക്കാരെ ബോംബിടണം, ഈ അമേരിക്കക്കാരുടെ പുറത്തിട്ടതുപോലെ. അപ്പോൾ അതങ്ങ് ഒഴിവാകും. ഇപ്പോൾ അമേരിക്കയാണ് അവിടെ വരുന്നതെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക. പിന്നെ ബാഗ്രാം എന്ന് പറയുന്ന ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ്റെ സ്വപ്പം അപ്പുറത്ത് ബാഗ്രാം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇവരുടെ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഡൂറൻ ലൈൻ ആ പ്രോവിൻസ് അതുമായിട്ടൊക്കെ ചേർന്നാണ് ഈ ബാഗ്രാം. അത് കാണാം. ബാഗ്രാമിലുണ്ട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ബാഗ്രാം, ജേക്കബാബാദ്, പിന്നെ ഇത് ഗദ്വാർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇതെല്ലാം US ഫോഴ്സ് എപ്പോൾ ആണെങ്കിലും ഇറങ്ങാൻ കൊടുത്തിരിക്കുകയാണ്. മുനീറിന് വേറെ ഓപ്ഷൻ ഇല്ല. മുനീർ തിരിച്ച് വന്നോന്ന് പോലും അറിഞ്ഞൂടാ, കസ്റ്റഡിയിലല്ലേ. അപ്പം ഇതിനാണ് ഇയാളെ അങ്ങ് വിളിപ്പിച്ചത്. പ്രധാനം
ഈ വാറ് ചിലപ്പോൾ ഇയാൾ 5 ബോംബ് അല്ലെങ്കിൽ 3 ബോംബ് വിറ്റ എന്തോ ചെയ്യും, ഡർട്ടി ബോംബ് ഇറാന് കൊടുത്താൽ എന്തോ ചെയ്യും. മാത്രമല്ല ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇസ്ലാമിക ബോംബെന്നാണല്ലോ ഇതിനെ പറയുന്നത്, പാകിസ്ഥാൻ ആളാവുകയും ചെയ്യാം. അതുകൊണ്ട് പാകിസ്ഥാനെ ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇയാളെ അങ്ങ് വിളിപ്പിച്ചത്. അപ്പം നമുക്കിപ്പോൾ അയാളെ കാണാനോ ഷേക്ക് ഹാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മുടെ അത് വേറെ. പക്ഷേ അമേരിക്ക ദേ ഹാവ് മെയ്ഡ് ഇൻറോഡ്സ് ഡീപ്പ് ഇൻ ടു പാകിസ്ഥാൻ ഈ മുനീറിൻ്റെ വിസിറ്റിന് ശേഷം. അതാണ് അതിനകത്ത് സംഭവിച്ചത്. ഓക്കെ, ഇത് ഇന്ത്യക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യാഘാതം പ്രത്യേകിച്ച് സാറിന് അറിയാവുന്നതല്ലേ, 10-14 തവണയാണ്, കൃത്യമായി പറഞ്ഞാൽ 14 തവണയാണ് ട്രംപ് ഇതുവരെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ താനാണ് മീഡിയേറ്റർ എന്ന രീതിയിൽ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ വാർ അതിൻ്റെ എസ്കലേഷനിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്ക എന്താ പറയുക കയറി ഇറാനിൽ അണുവായുധങ്ങൾ ശേഖരിച്ചിരുന്ന അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾക്ക് മേൽ ആക്രമണം നടത്തുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത് അത് അമേരിക്ക ചെയ്യാൻ പോകുന്നത്, അതായത് പാകിസ്ഥാനിൻ്റെ ഫീൽഡ് മാർഷലിനെ വിളിച്ചത് ഇറാനിൽ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അവർക്കൊരു എയർ ബേസ് പോലെ അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക ബഫർ സോൺ പോലെ പാകിസ്ഥാനെ ഉപയോഗിക്കാം എന്ന രീതി കൂടി ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടോ? അതാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അമേരിക്കക്ക് ഈ അംഗവും കാണാം താളിയും പിടിക്കാം എന്ന് പറയുന്ന പോലെ ഇറാനുള്ള അറ്റാക്ക് വരുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇറാന് ഒരു വിധത്തിലും സഹായം കിട്ടരുത്, 1. 2, ഈ കാരണം പറഞ്ഞ് അതിനകത്ത് കയറുക, അറബി ഒട്ടത്തിന് തലവയ്ക്കാൻ കൊടുത്ത പോലെ. അപ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങില്ല. അല്ല സാറേ, ഇത് നിങ്ങൾ വന്നിട്ട് ഒരു 6 മാസം ഒന്ന് ഇറങ്ങി തന്നൂടെ എന്ന് ചോദിക്കാനും. അതായത് ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ മകന്റെ ഉൾപ്പെടെയുള്ള ബിറ്റ്കോയിൻ സ്ഥാപനങ്ങൾ, അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പാകിസ്ഥാനെ ഒരു പപ്പറ്റാണ് എന്തായാലും പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ അവർക്ക് പറ്റുന്ന ഒരു എന്താ പറയുക സേഫ് സ്പേസ് ആണ് ഈ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ്മെന്റുകൾ, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം കൂടി നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം അതുകൂടി ഇല്ലേ ഇതിൽ എന്നാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ പപ്പറ്റ് എന്ന് ഞാൻ പറയില്ല. പപ്പറ്റ് ഇസ് എ മിസ്നോമർ, ദാറ്റ്സ് നോട്ട് എ റൈറ്റ് വേർഡ്. ഈ ബിറ്റ്കോയിൻ്റെ വിഷയം അതല്ല. ഈ പാകിസ്ഥാൻ ഇറാൻ്റെ പുറത്ത് സാങ്ഷൻസ് ഉണ്ടായിരുന്ന സമയത്ത്, അമേരിക്കയുടെ സാങ്ഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ ഈസ് എ മോളി കോഡിൽഡ് ചൈൽഡ് എന്ന് ഞാൻ പറയും. എനിക്ക് ഇപ്പോഴാണ് വേർഡ് കിട്ടിയത്. ഇറ്റ്സ് നോട്ട് പപ്പറ്റ്, ബുദ്ധിയുള്ളതുമാണ്. അപ്പം ഈ ഇറാൻ്റെ പുറത്ത് സാങ്ഷൻ ഇരിക്കെ ഈ പാകിസ്ഥാൻ കുറേ നാളുകളായി, ഒരു മിനിമം ഒരു 3-4 വർഷങ്ങളായി, പാകിസ്ഥാൻ എന്ന് ഞാൻ പറയില്ല, പാകിസ്ഥാൻ ആർമി നേവി, ഇവർ ഇറാൻ്റെ ഓയിൽ ഇത് ചെയ്ത് സ്മഗിൾ ചെയ്ത് ചൈനയ്ക്ക് കൊടുത്തിരുന്നു. ഈ ഇറാന് ന്യൂക്ലിയർ ബോംബ് കൊടുത്താൽ ഇറാൻ പാകിസ്ഥാൻ 5 ന്യൂക്ലിയർ ബോംബ് വിറ്റാൽ ഇറാൻ അത് ഹെസ്ബോളയ്ക്കോ ഹുത്തികൾക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇറാൻ പറയും നമുക്കറിഞ്ഞുവിടാ, അത് അവരെവിടുന്നോ വാങ്ങിച്ചതാണ്, അവരുടെ ഇറാൻ്റെ പർപ്പസ് നടക്കും. ഈ സ്മഗിൾ ചെയ്ത് പാകിസ്ഥാൻ ആർമി എന്ന് പറയാം, നേവി ഒന്നുമില്ല, അത് 5-6 ഷിപ്പ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കുന്നു. അപ്പോൾ ഈ ടാങ്കേഴ്സിൽ ഇവരിത് കടത്തി ഇവർ ഒരുപാട് പൈസ പാകിസ്ഥാൻ എക്കോണമി ഇല്ലല്ലോ. അപ്പം ഈ ബഡ്ജറ്റും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇറാൻ്റെ ബഡ്ജറ്റോ ഇസ്രായേലിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒന്നും അടുത്ത് വരില്ല, സ്മോൾ. അപ്പം ഇപ്പോൾ പിന്നെ നടുവും ഒടിഞ്ഞു, ബാക്ക് ബോൺ അങ്ങ് പോയല്ലോ. അപ്പം ഇവർ പിന്നെ എങ്ങനെ ഇത് ത്രൈവ് ചെയ്ത് പോയെന്ന് പറഞ്ഞാൽ ഈ ഓയിൽ സ്മഗ്ലിങ്ങിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോപ്പി സ്മഗ്ലിംഗ് നടത്തി, മറ്റേ ഗോൾഡൻ ട്രയാങ്കിൾ വഴി. അത് നമ്മുടെ ഇന്ത്യയിലും ഒക്കെ വരും. അതിൻ്റെ ആളുകൾ ഈ തലവന്മാരുണ്ട് പാകിസ്ഥാനിലാണ്. അപ്പം ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ സുഖമായിട്ട് ഒരു 1 ബില്യൺ ഒരു വർഷം ഉണ്ടോ എങ്കിൽ 500 മില്യൺ കൊണ്ട് അവിടെ പാർക്ക് ചെയ്ത്, വെളിയിൽ യൂറോപ്പിലൊക്കെ പാർക്ക് ചെയ്ത് പാലസൊക്കെ വാങ്ങിച്ചിട്ട് ബിനാമി നൈമൻ ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോവുമായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്ന ശേഷം ഇപ്പം 2 വർഷത്തിനകത്ത് അവർ പോപ്പി കൾട്ടിവേഷൻ ഒക്കെ കത്തിച്ചോളാം. എത്രയോ അഫ്ഗാനിസ്ഥാൻ ഇതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു, അതെല്ലാം കത്തിച്ചോളാം, ഇവിടെ ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അത് അതിൻ്റെ പിന്നിൽ നമ്മുടെ കറുത്ത കരങ്ങളാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. നമ്മൾ ഇന്ന് ഉപദേശിച്ച് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ചെയ്യിച്ചതാണ്, അതിൻ്റെ ഇൻകം ഞങ്ങൾ തരാം എന്നൊക്കെ ഇന്ത്യ വാഗ്ദാനം ചെയ്തെന്ന് പറയപ്പെടുന്നു. അപ്പം അത് ക്ലോസായി.
ഓയിൽ സ്മഗ്ലിംഗ് ക്ലോസ് ആയി. എവിടെയെങ്കിലും ഇതുപോലത്തെ ഹാങ്കി പാങ്കി ബിസിനസ് ചെയ്താണ് പാകിസ്ഥാൻ ആർമി ജീവിക്കുന്നത്. പിന്നെ IMF നിന്നും വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പൈസ വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് അഴിച്ചു മാറ്റും. അതും ഇന്ത്യ പോയി വലിയ ശല്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ത്രെട്ട് അല്ലേ സാർ? അപ്പൊ ഈ ലോകത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ കൊണ്ടുവരുന്നൊരു പക്ഷെ ഇന്ത്യ കൊണ്ടുവരുന്ന ഒരു നയതന്ത്ര ബന്ധമുണ്ടല്ലോ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി. ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയുമായും ലോകരാഷ്ട്രങ്ങളുമായി ഇപ്പോൾ ഓൾ പാർട്ടി ഡെലിഗേഷൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് നമ്മുടെ അടുത്തേക്ക് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ കാണിക്കേണ്ടുന്ന ഒരു മര്യാദ, അത് അവിടെ നശിക്കുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്? അല്ല, ഇയാൾ ഈ പറഞ്ഞ ഘട്ടത്തൊന്നും ഇത് ലോർഡ് ഗൗതമ ബുദ്ധയുടെ രാജ്യമാണെന്ന് അങ്ങനെയൊന്നും അല്ല ലോകത്ത് നടക്കുന്നത്. ലോകത്ത് നമ്മൾ ഇന്ത്യ അങ്ങ് പൊക്കി പറയണതല്ല, എന്തെങ്കിലും സ്ക്രൂപ്പിൾസ് അനുസരിച്ച് പോകുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. അതാണ് നമ്മുടെ ഒരു കുഴപ്പവും. ഈ പാകിസ്ഥാൻ ടോക്ക് അണ്ടർമൈൻ അല്ലെങ്കിൽ ഫൈറ്റ് ഇതാണ് അവരുടെ പരിപാടി. ഇത് എത്രയോ നാളുകളുണ്ട് ഇന്ത്യക്ക്. ഇത് ഈവൻ മോഡിജി വന്ന ശേഷവും നമ്മൾ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് അവരിത് ചെയ്തത്. ലോകത്ത് നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇയാൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇല്ല. അമേരിക്കയ്ക്ക് അമേരിക്ക ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞല്ലോ, അത് നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ റഷ്യയായിട്ട് ചേർന്ന് റഷ്യയുടെ ഓയിൽ വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പം നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ വെളിയിൽ വിറ്റ് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ എക്സ്പോർട്ടറായി. ഞങ്ങളും അത്രേ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് അഗൻസ്റ്റ് അല്ല. നിങ്ങളങ്ങനെ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് വെളിയിൽ റീസെല് ചെയ്തപ്പം അമേരിക്കയ്ക്ക് അഗൻസ്റ്റ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അതേപോലെ നിങ്ങൾ അപ്സെറ്റ് ആവണ്ട. ഞങ്ങളിങ്ങനെ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടേതായ പോളിസി നടപ്പിലാക്കുകയാണ്. അത് നിങ്ങൾക്ക് അഗൻസ്റ്റ് അല്ല. ശരിയാണ്, നമ്മൾ ആലോചിച്ച് നോക്കും. ശരിയാണ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രായേലും ടർക്കിയും തമ്മിലുടക്കാണ്. എന്നാൽ ടർക്കിയും റഷ്യയും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ അടുപ്പമാണ്. എന്നാൽ നമ്മുടെ ശത്രുവായ ചൈനയായിട്ട് റഷ്യ അടുപ്പമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായി. ഇസ്രായേൽ അസർബൈജാനും തമ്മിൽ അടുപ്പമാണ്. എന്നാൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം നമ്മൾ ചോദിക്കാൻ ഇസ്രായേലിൻ്റെ അടുത്ത് പറയുന്നത്, ബെഞ്ചമിൻ ബീബി എടുത്ത് പറയുന്നത്, നിങ്ങൾ മറ്റേ അസർബൈജാൻ ഞങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവരുമായിട്ടൊക്കെ അത് പറ്റൂല. അങ്ങനെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. സ്ഥിരമായി ഹെൻറി കിസിഞ്ചർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, സ്ഥിരമായി ഞങ്ങൾക്ക് ശത്രുക്കളും ഇല്ല, എനിമീസും ഇല്ല, സ്ഥിരമായിട്ട് പ്രിൻസിപ്പിൾസും ഇല്ല. വി ഹാവ് ഓൺലി ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്ന. അപ്പം അങ്ങനെയാണ് ലോകത്തിലെ അതൊക്കെ ഇയാൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇടയിൽ ഈ കോമൺ മാൻ, ഇന്ത്യയിലുള്ള കോമൺ മാൻ്റെ ഇടയിൽ, ഈവൻ അവരുടെ സൊസൈറ്റി അങ്ങനെയാണ്. വൈറ്റ് മാൻ സൊസൈറ്റി ഈ US അവിടെ എന്ന് പറഞ്ഞാൽ കാര്യമാക്ത പ്രസക്തമായിട്ടുള്ള മാറ്റർ ഓഫ് ഫാക്റ്റിനുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചുറ്റപ്പ അളിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കെട്ടിപ്പിടിച്ച അവർക്ക് അങ്ങനെ ഒരു ഫാമിലി വാല്യൂസ് വളരെ വളരെ കുറവാണ് വെസ്റ്റേൺ സൊസൈറ്റിയിൽ. ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പോലെ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു 14-ന് ശേഷം നമ്മൾ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ നിൽക്കുന്നത്. കാര്യം നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, റഷ്യയുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ പണ്ടേ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് അഗൻസ്റ്റ് അല്ല. പക്ഷെ നിങ്ങൾക്കും റഷ്യയും തമ്മിലുള്ള വിഷയം അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പം ശരിയാണ്, മോഡിജിയുടെ ജയശങ്കർജിയുടെ പോളിസിയൊക്കെ കറക്റ്റാണെന്ന് വരുന്നു. എന്ന് പറഞ്ഞാൽ ട്രംപ് വരുന്നവരെ അമേരിക്ക റഷ്യയുടെ ശത്രുവായിരുന്നു. പക്ഷെ ട്രംപ് വന്ന ശേഷം അവർ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങി. അപ്പൊ എപ്പോഴാണ് അമേരിക്ക ഇവരെയൊക്കെ സ്നേഹിക്കാൻ പോകുന്നത്, എപ്പോഴാണ് ഇവരുമായിട്ട് തെറ്റണത്, അതനുസരിച്ച് നമ്മുടെ പോളിസി മാറ്റാൻ പറ്റില്ല. മനസ്സിലായി, നമുക്കൊരു സ്ഥിരം ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഇല്ല. സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മീഡിയേഷൻ നിന്ന് സീസ്ഫയർ വിളിക്കാൻ കാരണം അദ്ദേഹത്തിനൊരു കോളാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മളും അതിനെക്കുറിച്ച് അഭിമുഖം നടത്തിയതാണ്. അതിൽ വാസ്തവമുണ്ടോ യഥാർത്ഥത്തിൽ? കാര്യം കഴിഞ്ഞ ദിവസം ഈ വിസിറ്റിന് ശേഷം അസീം മുനീർ പോയി തിരിച്ചു വന്നപ്പോൾ നൊബേൽ പ്രൈസിന് ഡൊണാൾഡ് ട്രംപിനെ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മീഡിയേറ്ററായി നിന്ന ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ ആളുകളും അത് അങ്ങനെയല്ല, പാകിസ്ഥാനിൽ നിന്ന് വന്ന കോളിൻ്റെ ഭാഗമായാണ് ഇത് നിർത്തിയത് എന്ന് പറയുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഒരു പ്ലേ ചെയ്യുകയാണോ? അല്ലേ, ഇന്ത്യക്ക് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും ഇന്ത്യൻ
ഹെഡ്സ് ഓഫ് സ്റ്റേറ്റും ഒക്കെ സംസാരിക്കുമ്പം ഞാൻ സംസാരിക്കുന്ന പോലെ മനുജ സംസാരിക്കുന്ന പോലെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ, അവന്മാർ കടന്ന് വിളിച്ചു, അതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്, അങ്ങനെ സംസാരിക്കുക. നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കില്ല ട്രംപ് തലയെ കൈവച്ച് നിലവിളിച്ചു എന്ന് പറയാൻ പറ്റുമോ മോഡിജിക്ക്? പറയാൻ പറ്റില്ല. ആക്ച്വലി ഈ സത്യം ഇതിൻ്റെ എല്ലാം മിഡിലാണ്. ഇയാൾ ചോദിച്ചതിൻ്റെ എല്ലാം മിഡിലാണ്. ട്രംപ് വിളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് ഇടപെട്ടോ എന്ന് ചോദിച്ചാൽ ഇടപെട്ടിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ട്രംപ് ഇടപെട്ടിരുന്നു. ട്രംപ് ഇടപെടാനുള്ള കാരണമുണ്ട്. ട്രംപിന് പിന്നെ ഈ ട്രംപിന് കൊടുക്കുന്ന ഇൻഫർമേഷനല്ലേ അങ്ങനെയൊക്കെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഈ റോഗ് ഡിവിഷൻസ് ഉണ്ട് CIA-യിൽ. ഞാനത് നേരത്തെ പറഞ്ഞു. ഈ റോഗ് ഡിവിഷൻസ് തെറ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാണ്. പിന്നെ സത്യമാണ്, ഈ അമേരിക്കൻ പേഴ്സണൽ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചില്ലല്ലോ. ഈ ഇന്ത്യയുടെ അടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചോളാനല്ലേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ കയറി പൾവറൈസ് ചെയ്യാൻ പറഞ്ഞോ ട്രംപ്? നമ്മൾ കയറി അങ്ങ് മേഞ്ഞു. ഇത് മലയാളത്തിൽ പറഞ്ഞ മേയാണ് ചെയ്ത്. അതിൽ ഇവരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ ട്രംപ് പേടിച്ചു പോയി. അപ്പോൾ ട്രംപ് ബഹളം ഉണ്ടാക്കി. പക്ഷെ മാത്രമല്ല, അമേരിക്ക അത് പറയണ്ടേ? ഈ ബോഡി ബാഗ്സ് അങ്ങ് ചെല്ലും. ഇവരുടെ നല്ല ബ്യൂട്ടിഫുൾ ബാഗിലൊക്കെ ആക്കി അങ്ങ് ചെല്ലും. അപ്പോൾ അത് ട്രംപിന് ഭയങ്കരമായ ബാക്ക്ലാഷ് ഉണ്ടാവും അവരുടെ അമേരിക്കൻ സൊസൈറ്റിയിൽ നിന്ന്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ട്രംപ് പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ ട്രംപ് പകുതി കള്ളവും പറഞ്ഞു. അത് ട്രംപ് സ്റ്റൈലാണ്. ട്രംപ് ഞാൻ എല്ലാം ശരിയാക്കി. അത് പുള്ളിയുടെ ഒരു ഇതാണ്. പക്ഷെ പുള്ളി ഇങ്ങനെ നമ്മുടെ ഇന്ത്യ ഇത്ര ശക്തിയുക്തം ഇങ്ങനെ തിരിച്ചു പറയുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ദേഷ്യം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശരി, അവന്മാരടുത്ത് ഞങ്ങളെ വിളിക്കാൻ പറ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ DG നമ്മളെ വിളിച്ചു, പാകിസ്ഥാൻ്റെ. അപ്പോൾ അത് സത്യമാണ്. അപ്പം നമ്മൾ ഈ ട്രംപ് ഇങ്ങനെ നേരത്തെ പറഞ്ഞിരിക്കണോണ്ട് അവരൊരു കൺസേൺ പ്രകടിപ്പിച്ചൊന്നും അങ്ങേർക്ക് ചില സ്ഥിരം ജാർഗൺസ് ഉണ്ടല്ലോ. ഐ എം റിയലി കൺസേൺഡ് അബൌട്ട് അമേരിക്കൻ ലൈഫ്സ് എന്നൊക്കെ അങ്ങനെ സംസാരിച്ചാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആണ് ചിലപ്പം ഇന്ത്യയും മനസ്സിലാക്കുന്നത് അവിടെ അമേരിക്കൻ പേഴ്സണൽ കൊല്ലപ്പെട്ടെന്ന്. നമുക്ക് ബോംബ് ചെയ്തത് അറിയാവും, നശിപ്പിച്ചത് അറിയാം. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നുള്ള കറക്റ്റായിട്ടൊന്നും നമുക്ക് അറിഞ്ഞു. പാകിസ്ഥാൻ വെളി വിട്ടുമില്ല. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തൊരു അർദ്ധസത്യമുണ്ട്. രണ്ടുപേര് പറഞ്ഞാലും, ഇന്ത്യൻ സ്റ്റേറ്റ്സ്മാൻ പറഞ്ഞാലും സത്യമുണ്ട്, ട്രംപ് പറഞ്ഞാലും സത്യമുണ്ട്. പക്ഷെ ട്രംപ് ഇടപെട്ടല്ല യുദ്ധം നിർത്തിയത്. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ അസീം മുനീറുമായി അവസാനത്തെ ചോദ്യത്തിലേക്ക് വരണം. ഇപ്പോൾ അസീം മുനീറുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇനി ഇന്ത്യ പാകിസ്ഥാൻ ഇതിൽ ഇങ്ങനെ എന്തെങ്കിലും നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്തൊക്കെയാവാനാണ് ചാൻസസ്? ഇപ്പോൾ സിന്ധു നദീജല കരാർ അടക്കമുള്ളത് മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വരുമോ? അതായത് ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്രത്തിൽ മാറ്റങ്ങൾ വരുമോ? എന്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ദ റോൾ ഓഫ് ഡൊണാൾഡ് ട്രംപ് ആൻഡ് ദെയർ മീറ്റിംഗ്? യു മാർക്ക് മൈ വേർഡ്സ്, ഒരു കാരണവശാലും മോഡിജിയും ഇപ്പോഴത്തെ ഈ ഭരണ നേതൃത്വമാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അത് മാറിയാൽ എനിക്കറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ഈ 10 പേര് നമ്മൾ ദ സോ കോൾഡ് 10 members വിത്ത് മോഡിജി, അവർ ആസ് ലോങ് ആസ് ദേ ആർ ഇൻ ദ ഹെം ഓഫ് അഫയേഴ്സ്. സിന്ധു നദീജല കരാറിൽ നമ്മളിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതങ്ങനെ തന്നെ പോകും. പാകിസ്ഥാൻ അനുകൂലമായിട്ട് വെള്ളം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ചിലപ്പോൾ നമ്മൾ ഫ്ലഡ് ചെയ്യിക്കും, നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യും. ചെയ്യില്ല. പിന്നെ അത് ചെയ്യും. ആദ്യം ഈ 4 പേര് ഇവിടെ വന്ന് 4-7 പേരോ ഉണ്ട് പഹൽഗാമിൽ വന്ന് വെടിവെച്ച് വന്ന് അവന്മാരെ ഹാൻഡ് ഓവർ ചെയ്യണം. ഒന്ന്, നമ്മളൊരു 30ഓളം ടെററിസ്റ്റുകൾ, സക്കീർ നായിക് അടക്കം 30ഓളം ടെററിസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവന്മാരെ ഹാൻഡ് ഓവർ ചെയ്യണം. ദാവൂദ് ഇബ്രാഹിം അടക്കം, അയാൾ ചത്തു എന്ന് പറയുന്നത് ഇല്ലയെന്നും പറയുന്നത്, ഐ എം നോട്ട് ഷുവർ. ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ ഈ യുദ്ധമില്ലാ കരാറ് നമ്മൾ പാകിസ്ഥാനെ കൊണ്ട് ഒപ്പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞ ശേഷമേ ഈ സിന്ധു നദീജലം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു വലിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ തന്നെ പാകിസ്ഥാനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റില്ല. എന്തോ അഗ്രേറിയൻ എക്കോണമിയാണ് പഞ്ചാബ്. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. എന്തോ അതൊരു നല്ല ഉഗ്രൻ വെപ്പണാണ്. ബ്രഹ്മോസ് അല്ല, പിന്നെ ബ്രഹ്മാസ്ത്രമാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. യാതൊരു കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കില്ല. ട്രംപിന് അതിനകത്ത് യാതൊരു സേയിങ്ങും ഇല്ല.
ട്രംപിൻ്റെ പുറത്ത് ട്രംപിന് ലെവറേജ് ഇല്ല ആ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ട്രേഡ് ഇന്ത്യക്കും ആവശ്യമാണ്, നമുക്ക് മണി കിട്ടുന്നതാണ്, ഡോളർ കിട്ടുന്നതാണ്. ട്രംപിന് ഇന്ത്യയെ ആവശ്യമാണ്, അവരുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ചൈന ഇല്ലല്ലോ, ചൈന അവർ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ട്രേഡൊക്കെ നടക്കും. പക്ഷേ ഇത് നിങ്ങളിത് പാകിസ്ഥാന് വേണ്ടി ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ട്രേഡ് വിഡ്രോയും ഞങ്ങൾ ഇത് കട്ട് ചെയ്യും എന്ന് USA നമ്മളെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു 2 സംഗതികളും കൂടെ ഉണ്ട്. ഈ G7 USA ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് ഇങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവർ G7 ഇന്ത്യയുടെ ടിൽറ്റ് ചെയ്തു, ഇന്ത്യക്ക് നേരെ അവർ ടിൽറ്റ് ചെയ്തു. G7 ജർമ്മനിയും ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഫ്രാൻസും ജർമ്മനിയും അവരാണ് മെയിൻ. പിന്നെ UK ഇപ്പോൾ കൂടെ ഉണ്ട്. ട്രംപ് മാത്രമല്ല, ട്രംപ് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് പോവുകയും മോഡിജി അവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ്, കാനഡ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ട്രംപ് പൊക്കളാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ്, നമ്മുടെ തിങ്ക് ടാങ്കേഴ്സ് തിങ്ക് ടാങ്ക്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഈ G7 നമ്മൾ കൂടുതൽ അടുപ്പിച്ച് അതൊന്ന്. നമുക്ക് പിന്നെ റഷ്യ ഉണ്ട്. റഷ്യ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയില്ലേ, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കുകയില്ലേ. ഇനിയിപ്പം 100 Su-57 കരാറായി അതിവിടെ എല്ലാം ഉണ്ടാക്കാൻ പോവുകയാണ്, സകലത്. ഇനിയിപ്പോൾ റഷ്യക്ക് വേണമെങ്കിൽ ഇന്ത്യ കയറ്റി അയക്കുമെന്ന് മാത്രം സംശയം മാത്രമേ ഉള്ളൂ. പിന്നെ S-500 കരാറായി. നമ്മളിപ്പോൾ റഷ്യയായിട്ടും സ്നേഹബന്ധമാണ്. ഇഫ് USA ക്യാൻ മെയിൻറ്റെയിൻ good relations with China as they had done till 2025 February 20th. ഭയങ്കര ഇതായിരുന്നില്ലേ, ഈ ചെയിൻ സർക്കലയും പോലെ അല്ലേ ഇരുന്നത്. അപ്പം നമ്മുടെ ശത്രുക്കളായ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും USA എല്ലാ ബന്ധങ്ങളും ആകാമെങ്കിൽ നമുക്കും ആകാം. നമ്മളതേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ കൂട്ടുപിടിക്കും, ഞങ്ങളിഷ്ടമുള്ളവരെ ഞങ്ങൾ കൂട്ടുപിടും. യു ഡോണ്ട് നീഡ് ടു ക്രിട്ടിസൈസ് ദാറ്റ്. അപ്പം ട്രംപിന് അങ്ങനെ ലെവറേജ് ഒന്നും ഇല്ല നമ്മുടെ പുറത്ത്. സ്നേഹത്തിലാണെങ്കിൽ നമ്മളും അങ്ങോട്ട് സ്നേഹം. പിന്നെ നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ ഇടങ്കോലിടാൻ പറ്റരുത്. ഇന്ത്യ പിന്നെ പാകിസ്ഥാനല്ലല്ലോ. പാകിസ്ഥാൻ അവർക്ക് ലെവറേജ് ഉണ്ട് പാകിസ്ഥാൻ്റെ പുറത്ത്. മുനീറിനെ നേരത്തെ പറഞ്ഞ പോലെ വരട്ടി തൻ്റെ അസറ്റ്സ് ഒക്കെ ഞാൻ ഫ്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒഴിച്ചു പോകും മുനീറാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെലവഴിക്കുന്നത്. ഷഹബാസിനെ ആര് മെയിൻ ചെയ്യുന്നു? അതല്ലേ ട്രംപ് ഇയാളെ നേരിട്ട് വിളിപ്പിച്ചു. അപ്പം അങ്ങനെ ഒരു ലെവറേജ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു നേതാവിൻ്റെ പുറത്തും ഇപ്പോൾ ഇല്ല ട്രംപിന്. അപ്പം ട്രംപിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വയാ മീഡിയ അല്ലെങ്കിൽ ഒരു സോപ്പിട്ട് ഒരു പ്രത്യേക രീതിയിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും അസീം മുനീറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഉച്ചഭക്ഷണം നൽകിയത് എന്തിന് എന്ന ചോദ്യത്തിനൊരു പക്ഷേ ഇപ്പോൾ നമുക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായൊരു നീക്കം. അത് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നില്ല. ആത്യന്തികമായ ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യക്ക് ലോകത്തിനുമൊക്കെ ഗുണപ്രദമായി മാറിയിരുന്നു എന്നാണ് സാറിൻ്റെ ഒബ്സർവേഷൻ. എന്തായാലും ഒരുപാട് നന്ദി സാർ, മറുനാടോട് സംസാരിച്ചത്. നമസ്കാരം. വന്ദേ മാതരം.